CPM-നെതിരെയുള്ള ശക്തികൾ, കോൺഗ്രസ് ആകട്ടെ BJP ആകട്ടെ, വേണ്ട രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ നടത്തിയതായി കാണുന്നില്ല. CPM-ന് ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന ആ ഒരു തിരിച്ചടി BJP-ക്കാണോ കോൺഗ്രസിനാണോ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്? CPM വിരോധം വോട്ടാക്കി മാറ്റാൻ ഏറ്റവും സാധ്യത പരമ്പരാഗതമായ ശക്തിയായ UDF-ന് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെയോ സർക്കാരിൻ്റെയോ അറിവ് ഉണ്ടാകണമെന്നില്ല ഈ കൊള്ളയുടെ പിന്നിൽ. മുൻകാല കളങ്കങ്ങളെല്ലാം മറച്ചു കളയാൻ തക്ക ഒരു അജണ്ടയായിരുന്നു അത്. പക്ഷേ പുതിയ അജണ്ട വന്നപ്പോൾ, ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം ശബരിമലയിലേക്ക് മാറിയപ്പോൾ, ആ അജണ്ടയ്ക്ക്, ഗവൺമെൻറ് സെറ്റ് ചെയ്ത അജണ്ടയ്ക്ക് പ്രാധാന്യം കുറഞ്ഞു. രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് സാറാണ് ഒപ്പമുള്ളത്. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശബരിമല കേസ് CPM-നെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ഭാഗം സംസാരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്ന ഒരു ആയുധമാണല്ലോ പത്മകുമാറിൻ്റെ അറസ്റ്റ്. കോൺഗ്രസ് ഏത് രീതിയിലായിരിക്കും ഇതിനെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക? രാഷ്ട്രീയമായി ഏറെ കോൺഗ്രസിന് മൈലേജ് നൽകുന്ന സംഭവമാണല്ലോ ഇത്. ഫലപ്രദമായി ഇത് ഉപയോഗിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ? അടിക്കാൻ പരുവത്തിന് കയ്യിൽ വടി വെച്ച് കൊടുത്ത് ഊങ്ങി നിൽക്കുന്നതല്ലാതെ അടിക്കാൻ സാധിക്കുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലാണോ കോൺഗ്രസ് എന്നതാണ് ചോദ്യം. ശബരിമല വിവാദം പോലെ ഇത്രയും വൈകാരികമായൊരു വിഷയം മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് സമൃദ്ധമായി ഉപയോഗിക്കാൻ കഴിയേണ്ടതാണ്. ഇപ്പം ഈ സമയത്ത് CPM ആയിരുന്നു പ്രതിപക്ഷത്തെ എങ്കിൽ, ഏതാനും കോൺഗ്രസ് നേതാക്കൾ സംശയത്തിൻ്റെ നിഴലായി എങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. തെരുവുകൾ മുഴുവൻ യുദ്ധക്കളമായി മാറുമായിരുന്നു. സെക്രട്ടേറിയറ്റ് മുഴുവൻ തന്നെ വളഞ്ഞ് മന്ത്രിയുടെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുമായിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി നീങ്ങുമായിരുന്നു. പക്ഷെ അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതികരണം സാമാന്യം ദുർബലമാണ് എന്ന് കാണാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ സമയത്ത് വേണ്ട രീതിയിലുള്ള സമ്മർദ്ദം ഭരണപക്ഷത്തിനെതിരെ, ഗവൺമെൻറ്റിനെതിരെ ചെലുത്താൻ കോൺഗ്രസ് എന്ന മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക്, UDF-ൻ്റെ മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് കഴിയുന്നുണ്ടോ എന്നത് സംശയമാണ്. അതുമാത്രമല്ല, BJP-യുടെ പ്രതികരണവും വളരെ ലാഘവത്തിൽ തന്നെയാണ്. ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടി 5-6 വർഷം മുൻപ് ഉഗ്രമായ പോരാട്ടം നടത്തിയ പാർട്ടിയാണ് BJP എന്ന് ഓർക്കണം. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിനേക്കാൾ ഗുരുതരമായ ഒരു തരത്തിൽ പറഞ്ഞാൽ ആചാര ലംഘനം തന്നെയാണ്. ശബരിമല സന്നിധാനത്ത് നിന്ന് അപൂർവ വിലയേറിയ വസ്തുക്കൾ, ഭഗവാന്റെ സമ്പത്ത് മോഷണം പോകുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു കളങ്കം തന്നെയാണ്. അതിനെതിരെ വേണ്ട രീതിയിലുള്ള CPM-നെതിരെയുള്ള ശക്തികൾ, കോൺഗ്രസ് ആകട്ടെ BJP ആകട്ടെ, വേണ്ട രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ നടത്തിയതായി കാണുന്നില്ല. കൂടുതൽ പ്രതികരണങ്ങളും പ്രസ്താവനയിലും കല്ല് വെച്ചുള്ള വർത്തമാനങ്ങളിലും സംശയത്തിൻ്റെ മുന ഭരണകൂടത്തിനെതിരെ തിരിക്കുന്ന ചില ആസിഡ് ടങ്ങോടുകൂടി കെ മുരളീധരൻ ആയിക്കൊള്ളട്ടെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആയിക്കൊള്ളട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാം തന്നെ കോൺഗ്രസ് നേതാക്കൾ പലരും തങ്ങളുടെ മുഖ്യമന്ത്രി പദം എന്ന പ്രധാന അജണ്ടയാണ് മനസ്സിൽ പോകുന്നത്. അതുകൊണ്ട് സംഘടിതമായ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം സംഘടിതമായ ഒരു ആക്രമണത്തിന് ഇതുവരെ മുതിർന്നതായി കാണുന്നില്ല. ശബരിമല മുതൽ ഒട്ടനവധി വിവാദ വിഷയങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ. പക്ഷേ നമ്മൾ CPM വലിയ പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വാർഡുകളിലെ വോട്ട് മറിക്കാൻ പോകുന്നതാണോ? CPM-ൻ്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വളരെ ചിട്ടയായി നടത്താൻ കഴിവുള്ളൊരു പാർട്ടിയാണ്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഗ്രാസ് റൂട്ട് ലെവൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും. ഇപ്പോഴത്തെ ചോദ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതായത് ത്രിതല പഞ്ചായത്തിലേക്കുള്ള വാർഡുകൾ, അതുപോലെ കോർപ്പറേഷൻ, നഗരസഭാ വാർഡുകൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, അവിടേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സുസജ്ജമായ പാർട്ടി സംവിധാനം CPM-നുണ്ട്. സംശയമേയില്ല. കോൺഗ്രസിനേക്കാൾ മികച്ച ഗ്രാസ് റൂട്ട് ലെവൽ പാർട്ടി സംവിധാനങ്ങൾ ഉള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ് CPM എന്നതിൽ ആർക്കും ഒരു തർക്കമില്ല. അതുമാത്രമല്ല, ജനകീയ വിഷയങ്ങൾ ലോക്കൽ തലത്തിൽ ഏറ്റെടുത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് വിയർത്ത് ഇറങ്ങാൻ തയ്യാറാവുന്ന അണികളും നേതാക്കളുമുള്ള പാർട്ടിയുമാണ് CPM. അതുകൊണ്ട് പരമാവധി സംസ്ഥാന തലത്തിൽ ഉയർത്തപ്പെടുന്ന ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്നും പരമാവധി അകലം പാലിക്കുകയും പ്രാദേശിക വികസന വിഷയങ്ങൾ, പ്രാദേശിക അടിസ്ഥാന സൗകര്യ വിഷയങ്ങൾ, പ്രാദേശികമായ ഇക്വേഷൻസ് ഇതെല്ലാം പാലിച്ചുകൊണ്ട്
ഒന്നാം തരം സ്ക്വാഡ് വർക്കോട് കൂടി ഇറങ്ങുക എന്നത് CPM നയം. പക്ഷേ ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്നാണ് ചോദ്യമെങ്കിൽ എല്ലാ വാർഡുകളിലും ഏതാനും പേരെങ്കിലും ശബരിമലയിൽ നടന്ന തീവെട്ട് കൊള്ളയിൽ ഗവൺമെൻറ്റിനോട് പരിഭവമുള്ള പാർട്ടിയോ ഗവൺമെൻറ്റോ ഭരണകൂടമോ ഇത് കൈകാര്യം ചെയ്ത രീതിയോടുള്ള വിമർശനമുള്ള ആളുകളുണ്ടാവും. അവരൊരു പാർട്ടിയിലും പെടുന്നവരായിരിക്കില്ല, അവർ ഫ്ലോട്ടിംഗ് ഒരു വോട്ടേഴ്സാണ്. അവരുടെയൊക്കെ വോട്ട് മാർജിനലാണെങ്കിലും അത് നിർണായകമാണ്. കൃത്യമായ പാർട്ടി ചായ്വുള്ളവർ ഇപ്പോഴും പാർട്ടി അനുസരിച്ച് ചെയ്യൂ. അല്ല എങ്കിൽ സ്ഥാനാർത്ഥികളെ നേരിട്ടറിയാവുന്നവർ ആ സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷെ CPM കുറിച്ച് വിപ്രതിപത്തി ഉണ്ടാവാം. പക്ഷേ CPM സ്ഥാനാർത്ഥി വളരെ പ്രിയങ്കരനായിരിക്കാം, അയൽക്കാരനായിരിക്കാം. ഇതൊക്കെ വ്യക്തിപരമായ ബന്ധത്തിലാണ് പഞ്ചായത്തിലെ വോട്ട് പലപ്പോഴും. അതല്ലാത്ത വോട്ടുകൾ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു നിലപാടുകൾ എടുത്ത് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ വിരോധം, പരിഭവം, വാശി, വൈരാഗ്യം അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഏറ്റവും ആദ്യ അവസരം എന്ന നിലയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കണ്ടാൽ അത്ഭുതപ്പെടാനില്ല. ശബരിമലയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം വൃഥാവിലായി പോകുന്നു. രാഷ്ട്രീയ നിയമനം ഒഴിവാക്കി മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാറിനെ ബോർഡ് പ്രസിഡന്റാക്കി സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ നിന്ന് തലയൂരാനുള്ള ശ്രമവും വിലപ്പോയില്ല. അപ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ പത്മവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഇത് ആർക്ക് കൂടുതൽ നേട്ടമാകും? BJPക്കോ കോൺഗ്രസിനോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? CPM ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന ആ ഒരു തിരിച്ചടി BJPക്കാണോ കോൺഗ്രസിനാണോ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്? ഇതാണല്ലോ ചോദ്യം. മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിക്കും UDF കക്ഷികൾക്കുമാണ് ആദ്യ പരിഗണന ലഭിക്കേണ്ടത്. പക്ഷേ ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. നിയമസഭയിലാണെങ്കിൽ BJP ഒരു കണ്ടൻഡർ അല്ല, അല്ലെങ്കിൽ BJP ഉടനടി അധികാരത്തിൽ വരും എന്ന ഒരു സൂചനയില്ല. ഏതാനും നിയോജക മണ്ഡലങ്ങൾ ജയിച്ചു വന്നേക്കാം. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. ഒരുപക്ഷെ അടുത്ത ഭരണകൂടം UDF നയിക്കുന്ന ഭരണകൂടമാവും എന്ന ചിന്ത പ്രബലമാണ്. പക്ഷെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. BJPക്ക് ജയിച്ചു വരാവുന്ന പഞ്ചായത്തുകളുണ്ട്, BJPക്ക് ജയിച്ചു വരാവുന്ന നഗരസഭകളുണ്ട്. 2 നഗരസഭകൾ പാലക്കാടും പന്തളവുമാണ് BJPക്ക് ലഭിച്ച നഗരസഭകൾ. അവിടുത്തെ ഭരണത്തിൽ ചില പോരായ്മകളുണ്ടായി, ചില പടലപിണക്കങ്ങളുണ്ടായി. അതെല്ലാം പൊതുസമൂഹത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. പക്ഷേ BJPക്കും സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ ഭരണവിരുദ്ധ CPM വിരുദ്ധ വികാരത്തിൻ്റെ ഒരു പിന്തുണ ലഭിക്കും. പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ ദേശീയതയിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിലും ഒക്കെ ഊന്നി പ്രചരണം നയിക്കുന്ന കക്ഷി കൂടിയാണല്ലോ. പ്രാദേശിക തലത്തിൽ അത്ര റെലവൻ്റ് അല്ല എന്ന് പറയുമ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് പാർക്ക് ചെയ്യാൻ, CPMനെതിരെയുള്ള പ്രതിഷേധ വോട്ട് പാർക്ക് ചെയ്യാൻ ഉള്ള നല്ല ഒന്നാന്തരം അവസരമായി BJP എന്ന പാർട്ടിയെ കരുതി കൂടായികയില്ല. പ്രത്യേകിച്ച് ചില തിരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങൾ BJPക്ക് വിജയസാധ്യത ഉണ്ട് എന്ന് കരുതുന്ന ചില ഇടങ്ങൾ, ഉദാഹരണത്തിന് പാലക്കാട് നഗരസഭ, തിരുവനന്തപുരം നഗരസഭ, മഞ്ചേശ്വരം മേഖലയിലെ ചില ഇടങ്ങൾ, അതുപോലെ ചില പ്രത്യേക സെലക്ട് ഏരിയാസ് അങ്ങനെയാകാം. പക്ഷേ ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ CPM വിരോധം വോട്ടാക്കി മാറ്റാൻ ഏറ്റവും സാധ്യത പരമ്പരാഗതമായ ശക്തിയായ UDF തന്നെയാണ്. ശരിക്കും ഈ സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ ശബരിമല കൊള്ളയിൽ ഒരു അറിവുമില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? സർക്കാർ ഇടപെടൽ ഇല്ലാതെ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് ശബരിമലയിൽ നടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്? മുഖ്യമന്ത്രിയുടെയോ സർക്കാരിൻ്റെയോ അറിവ് ഉണ്ടാകണമെന്നില്ല ഈ കൊള്ളയുടെ പിന്നിൽ. എങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ കൊള്ളയ്ക്ക് കൽപ്പന കൊടുക്കുക? അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത തീരെയില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ ചില മന്ത്രിമാർ, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ ചില MLAമാരോ മുൻ MLAമാരോ പാർട്ടി നേതാക്കളോ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണം അല്ലെങ്കിൽ LDFൻ്റെ ഒരു ഭരണം വരുമ്പോൾ പാർട്ടി അതിശക്തമാണ്. CPMൻ്റെ ലോക്കൽ കമ്മിറ്റി പോലും ശക്തമായ വിഭാഗമായി പ്രവർത്തിക്കുന്നു ഭരണത്തിലുള്ള സമയത്ത്. അപ്പം ഭരണത്തിൻ്റെ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ് ഒരുപക്ഷെ നിയമനിർമ്മാണം നടത്തുന്നതെങ്കിൽ പോലും പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകൾക്ക് ഒരു നിർണായക തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ പങ്കാളിത്തമുണ്ട്. അതാണ് CPMൻ്റെ ഒരു രീതി. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി അതാണ്. പാർട്ടിയും ഗവൺമെൻറ്റിനെ രണ്ടായി കാണുന്ന ഒരു സമീപനം ജനാധിപത്യ പാർട്ടികൾക്കാണ്. മറ്റേത് CPMനെ സംബന്ധിച്ചിടത്തോളം ചൈനയിലാണെങ്കിലും മുൻകാല റഷ്യയിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും പാർട്ടി ആൻഡ് ഗവൺമെൻറ് ആർ വൺ. അതല്ല എന്ന് ഇപ്പോൾ പൊതുജനങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പൊതുജനങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും. പക്ഷേ ജനങ്ങൾ ആ രീതിയിൽ അത് വിശ്വസിക്കണം എന്നില്ല. അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ അറിവോ സമ്മതിയോ നേരിട്ടില്ല എങ്കിൽ പോലും
ഭരണവർഗത്തിന്, മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും പ്രിയങ്കരരായ ചിലരെങ്കിലും അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് നേരിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ അറിവ് ഉണ്ടെന്ന് വ്യക്തിപരമായി എനിക്ക് കരുതാനാവില്ല. അങ്ങനെ കരുതുന്നത് മൗഢ്യമാണ്. പക്ഷേ അവർക്ക് പ്രിയങ്കരരായ ആളുകൾ ഇതിലുണ്ട് എങ്കിൽ അവരെ മാറ്റി നിർത്താനോ അവരുമായി അകലം പാലിക്കാനോ ഉടനടി അവർക്കെതിരെ നടപടിയെടുക്കാനോ ആരോപണ വിധേയമായവർ, രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനായതല്ലേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി, പടിയടച്ചു കൊണ്ടാൻ വെച്ചില്ല എങ്കിൽ പോലും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി അകലം പാലിക്കാൻ കോൺഗ്രസ് കാട്ടിയ തിടുക്കം അത് അപകടത്തിലായി എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ ഒരു അകലം CPM പാലിക്കുന്നതായി കാണുന്നില്ല. ഈ ക്ഷേമ പെൻഷൻ കൂട്ടി ക്ഷേമ സർക്കാരാണ് എന്ന പ്രചാരണവുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സർക്കാർ ശരിക്കും വെട്ടിലായ അവസ്ഥയിലാണോ? ഈ ഇൻകംബൻസി അഡ്വാൻറ്റേജ്, അതായത് നിലവിലുള്ള ഭരണകൂടത്തിന് മാത്രം ലഭിക്കുന്ന ചില അഡ്വാൻറ്റേജ്, അതാണല്ലോ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുക, വികസനം, വലിയ കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കാൻ അവസാന നിമിഷം 4 വർഷം 4.5 വർഷവും ചെയ്യാത്ത കാര്യങ്ങൾ അവസാന 6 മാസത്തിനുള്ളിൽ പെട്ടെന്ന് പൊടി തട്ടിയെടുത്ത് ചെയ്യുക. അതെല്ലാം തന്നെ ഏത് ഇൻകംബൻറ്റിനും ലഭിക്കുന്ന അഡ്വാൻറ്റേജാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് വൻപൻ റൈസ് നൽകിയത്. ക്ഷേമ പെൻഷനുകൾ, പുതിയ പദ്ധതികളുടെ രൂപീകരണം, അങ്ങനെ 10,000 കോടി രൂപയുടെ 1 ലക്ഷം കോടി രൂപയോളമുള്ള വലിയ വികസന പദ്ധതികളും ചെലവുമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തത്. ഇതെല്ലാം തന്നെ 2 തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടായി മാറും എന്ന് ചിന്തിച്ച ആ സമയത്താണ് ശബരിമല വിവാദം, സ്വർണ്ണപ്പാളി വിവാദം ഒരു അശ്വിനിപാതം പോലെ സർക്കാരിനും ഭരിക്കുന്ന പാർട്ടിക്കും മേലെ വന്ന് പതിച്ചത്. അതുകൊണ്ട് അജണ്ട എന്ന് പറയുന്നത്, സർക്കാർ സെറ്റ് ചെയ്ത അജണ്ട വികസന അജണ്ടയാണ്, ക്ഷേമ പദ്ധതികളിൽ ഊന്നിയ അജണ്ടയാണ്, മുൻകാല കളങ്കങ്ങളെല്ലാം മറച്ചു കളയാൻ തക്ക ഒരു അജണ്ടയായിരുന്നു അത്. പക്ഷേ പുതിയ അജണ്ട വന്നപ്പോൾ, ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം ശബരിമലയിലേക്ക് മാറിയപ്പോൾ ആ അജണ്ടയ്ക്ക്, ഗവൺമെൻറ് സെറ്റ് ചെയ്ത അജണ്ടയ്ക്ക് പ്രാധാന്യം കുറഞ്ഞു എന്നതാണ് പൊതുനിഗമനം. ഓക്കെ, വളരെയധികം നന്ദി സാർ. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ 3 മുന്നണികളുടെയും സാധ്യത, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സാധ്യതയുണ്ട് 3 മുന്നണികൾക്കും എന്നത് ചർച്ച ചെയ്യാം.